നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ADGP MR അജിത് കുമാറിനെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെയും തൽസ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്യാൻ CPM സംസ്ഥാന കമ്മിറ്റി മുഖ്യമന്ത്രി പിണറായി വിജയന് നിർദ്ദേശം നൽകിയേക്കും. വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം മുഖ്യമന്ത്രിക്ക് നൽകുമെന്നാണ് മനസ്സിലാക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും കളങ്കിതരായ ഉദ്യോഗസ്ഥർ സ്ഥാനമൊഴിയണമെന്ന അഭിപ്രായക്കാരാണ്. അതേസമയം തിരുവനന്തപുരത്തുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുപരിപാടികൾ ഒഴിവാക്കി ക്ലിഫ് ഹൌസിൽ വലിയ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. അജിത് കുമാറിൽ നിന്നും തുടങ്ങിയ ആരോപണങ്ങളുടെ മുന മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് തിരിച്ചുവിടാനാണ് അൻവർ ശ്രമിച്ചത്. പിണറായിയുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടുവെന്ന് രാഷ്ട്രീയ ലോകം നിരീക്ഷിച്ചത് ഈ സാഹചര്യത്തിലാണ്. പിണറായിയുടെ മുഖ്യമന്ത്രി പദവി പാർട്ടി ഏൽപ്പിച്ച പദവിയാണെന്ന് അൻവർ ഓർമ്മിപ്പിച്ചത് ഞെട്ടലോടെയാണ് പിണറായി കേട്ടത്. ബുധനാഴ്ച CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് വർദ്ധിത വീര്യത്തോടെ അൻവർ മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചത്. അതിന് തലേന്ന് മുഖ്യമന്ത്രിയെ കണ്ട ശേഷം അൻവർ നിലപാട് ഭയപ്പെടുത്തിയിരുന്നു. പോലീസുമായുള്ള യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും തനിക്ക് ഫോൺ വന്നതായി അൻവർ പറഞ്ഞു. എന്നാൽ അറ്റൻഡ് ചെയ്തില്ല. പലതവണ ഫോൺ ഓഫാക്കി. ഡ്രൈവറുടെയും സ്റ്റാഫിന്റെയും ഫോണുകൾ ഓഫാക്കേണ്ട സ്ഥിതിവിശേഷം വന്നു ചേർന്നു. പറയാനുള്ള മുഴുവൻ പറഞ്ഞ ശേഷം ഉത്തരവാദിത്തപ്പെട്ടവരെ കണ്ടാൽ മതിയെന്നാണ് താൻ തീരുമാനിച്ചത്. തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയെയും പാർട്ടി സെക്രട്ടറിയെയും ഏൽപ്പിച്ചിട്ടുണ്ട്. എവിടെ നിന്നും ഒരു ഉറപ്പ് ലഭിച്ചില്ല. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരുടെ പേരുള്ള പരാതികൾ പാർട്ടി നേതൃത്വത്തിന്റെ ഇടപെടൽ തേടിയാണ് അൻവർ AKG സെന്ററിലെത്തിയത്. എല്ലാം പാർട്ടി പരിശോധിക്കുമെന്നായിരുന്നു ഗോവിന്ദന്റെ മറുപടി. അജിത്തിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാത്തതിൽ വിഷണ്ണനാണ് അൻവർ. P ശശിയെയും തൊട്ടില്ല. ഇനിയും നിശബ്ദത തുടർന്നാൽ ശരിയാകില്ലെന്ന നിലപാടാണ് അൻവർക്കുള്ളത്. അങ്ങനെയാണ് അൻവർ ബിനോയ് വിശ്വത്തെയും MV ഗോവിന്ദനെയും വശത്താക്കിയത്. മുഖ്യമന്ത്രിയുമായുള്ള ഒറ്റ കൂടിക്കാഴ്ചയിൽ PV അൻവർ MLA വഴങ്ങിയെന്ന തോന്നലിന് ഒരു ദിവസം മാത്രമേ ആയുസ്സുണ്ടായിരുന്നുള്ളൂ. അത്തരം ധാരണകളെല്ലാം പൊളിച്ച് പാർട്ടിയെയും സർക്കാരിനെയും കൂടുതൽ വെട്ടിലാക്കുന്ന പ്രതികരണങ്ങളാണ് പിന്നീട് അൻവർ നടത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഇന്നലെയായിരുന്നു കൂടിക്കാഴ്ച. ഒരു സഖാവെന്ന നിലയിൽ ഉത്തരവാദിത്തം നിർവഹിക്കുകയാണ് താൻ എന്നും പറയുമ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസിനോടും പാർട്ടി സംവിധാനത്തോടുമുള്ള വിശ്വാസമില്ലായ്മയാണ് അൻവറിന്റെ വാക്കുകളിൽ നിഴലിച്ചത്. പാർട്ടി പിന്തുണയോടെ MLA ആയ അൻവർ പോലീസിലെ പുഴുക്കുത്തുകൾക്കെതിരെ എന്ന നിലയിൽ തുടങ്ങിവെച്ച കൊട്ടാര വിപ്ലവം CPM-ൽ കേട്ടുകേൾവിയില്ലാത്ത തരത്തിൽ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് എത്തിയതിൽ പാർട്ടിയിൽ അതൃപ്തിയുണ്ട്. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ലെന്നാണ് പല നേതാക്കളുടെയും പ്രതികരണം. മുഖ്യമന്ത്രി നേരിട്ട് ചുമതല വഹിക്കുന്ന ആഭ്യന്തര വകുപ്പിനെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും കുറിച്ച് പൊതുജനമധ്യത്തിൽ പരസ്യമായി ഒരു ഭരണപക്ഷ MLA വിഴുപ്പലക്കുന്ന കാഴ്ച CPM-ന് ഒട്ടും പരിചിതമല്ലെന്നും ഇവർ പറയുന്നു. പോലീസിനെതിരായ നീക്കം എന്നതിനപ്പുറം PV അൻവറിന് കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുണ്ടെന്നും വിലയിരുത്തലുണ്ട്. വിഷയങ്ങൾ മാധ്യമങ്ങൾ വഴി പൊതുസമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവന്നത് പാർട്ടിക്കും സർക്കാരിനും ഗുണകരമായിട്ടില്ലെന്ന വികാരവും നേതൃത്വത്തിനുണ്ട്. പ്രത്യേകിച്ചും പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ ഭരണപക്ഷ MLA-ക്ക് പാർട്ടി സംവിധാനത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിശ്വാസമില്ല എന്ന സന്ദേശമാണ് ജനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ന് അൻവർ നടത്തിയ പ്രസ്താവനകളും അതാണ് സൂചിപ്പിക്കുന്നത്. വിഷയം മാധ്യമങ്ങൾക്ക് മുൻപിൽ ഉന്നയിച്ചു തുടങ്ങിയതിനു ശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പാർട്ടി ഓഫീസിൽ നിന്നും പലതവണ തന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോൺ എടുത്തില്ലെന്നും പലതവണ താനും സ്റ്റാഫും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തുവെന്നും പറഞ്ഞ അൻവർ ഈ വിഷയം പുറത്തു വരട്ടെ എന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നും പറയുന്നു. അല്ലെങ്കിൽ ആരംഭത്തിൽ തന്നെ ഇടപെട്ട പ്രശ്നം ഒതുക്കി തീർക്കാൻ ശ്രമം ഉണ്ടാകുമെന്നും തന്റെ വായടപ്പിക്കാൻ നീക്കമുണ്ടാകുമെന്നും അൻവറിന് ധാരണയുണ്ടായിരുന്നു. വിഷയം പൊതുസമൂഹത്തിന് മുൻപിൽ എത്തിയെന്ന് ഉറപ്പായതിനു ശേഷം മാത്രമാണ് അൻവർ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും കാണാൻ തുനിഞ്ഞത്. പിണറായി വിജയൻ വീട്ടിൽ നിന്ന് വന്ന് മുഖ്യമന്ത്രി ആയതല്ലെന്നും പാർട്ടിയാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രി ആക്കിയതെന്നുമുള്ള അൻവറിന്റെ പ്രതികരണം ഏറെ ഗൗരവത്തോടെയാണ് നേതൃത്വം കാണുന്നത്. അന്തസ്സുള്ള മുഖ്യമന്ത്രിക്കും അന്തസ്സുള്ള പാർട്ടിക്കുമാണ് പരാതി നൽകിയിരിക്കുന്നതെന്ന് പറയുമ്പോഴും ADGP അജിത് കുമാറിനെ മാറ്റി നിർത്താതെയുള്ള അന്വേഷണ നീക്കത്തിൽ കടുത്ത അതൃപ്തി പ്രകടിപ്പിക്കാനും അൻവർ മടിച്ചില്ല. ഹെഡ്മാസ്റ്റർക്കെതിരെ പരാതി പ്യൂണല്ല പരിശോധിക്കേണ്ടത്, അങ്ങനെയുള്ള നയം ഉണ്ടാകില്ലെന്നും അൻവർ തുറന്നടിച്ചു. പരിഹാരം വേണമെന്നും അൻവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാർട്ടിയെ വീണ്ടും അധികാരത്തിലെത്തിച്ച ലക്ഷക്കണക്കിന് സഖാക്കൾ പറയാൻ ആഗ്രഹിച്ച കാര്യമാണ് താൻ പറയുന്നതെന്നും അതിനെ തള്ളിക്കളയാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നില്ലെന്നും പ്രഖ്യാപിച്ച് കറകളഞ്ഞ സഖാവിനെ പ്രതിച്ഛായ ഉയർത്തി പ്രതിരോധം തീർക്കാനുള്ള ശ്രമമാണ് അൻവറിന്റേത്. വിശ്വസിച്ചേൽപ്പിച്ചവർ മുഖ്യമന്ത്രിയെ ചതിച്ചു എന്ന അൻവറിന്റെ പ്രസ്താവന മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ കെടുകാര്യസ്ഥതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ M ശിവശങ്കർ സ്വർണ്ണക്കടത്ത് കേസിൽ കുടുങ്ങിയ പാഠം മുന്നിലുണ്ടായിട്ടും പൊളിറ്റിക്കൽ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നതിൽ ജാഗ്രത കുറവുണ്ടായെന്ന പ്രതീതിയാണ് അൻവറിന്റെ പ്രസ്താവന നൽകുന്നത്. പോലീസ് നിരന്തരം ജനങ്ങളെ വെറുപ്പിക്കുന്ന നടപടികൾ എടുക്കുന്നത് എന്തുകൊണ്ടാണെന്നും എന്തുകൊണ്ട് തൃശൂർ പൂരം പോലീസ് കലക്കിയെന്നുമുള്ള അൻവറിന്റെ ചോദ്യങ്ങൾ നീളുന്നത് ആഭ്യന്തര വകുപ്പിന്റെ അനാസ്ഥയിലേക്കാണ് എന്നതിൽ തർക്കമില്ല. സർക്കാരിനെ തകർക്കാനുള്ള ലോബിക്കെതിരായ വിപ്ലവമായി തന്റെ പോരാട്ടം മാറുമെന്ന അൻവറിന്റെ പ്രസ്താവന പാർട്ടിക്കുള്ളിലെ ആരെയെങ്കിലും ലക്ഷ്യം വെച്ചുള്ളതാണോ എന്ന സംശയമാണ് ഉയരുന്നത്. ഈ പോരാട്ടത്തിൽ അൻവറിന്റെ പിന്നിലുള്ള സർവശക്തനായ ദൈവം ആരാണെന്ന സംശയവും പൊതുസമൂഹത്തിനുണ്ട്. ADGP അജിത് കുമാറിനെതിരെ പ്രഖ്യാപിച്ചിരിക്കുന്ന അന്വേഷണം പ്രഹസനമാണോ എന്ന സംശയം പരോക്ഷമായി ഉന്നയിച്ച അൻവർ ശക്തമായ താക്കീത് നൽകാനും മടികാട്ടിയില്ല.
സൂചനാ തെളിവുകളാണ് കൊടുത്തിരിക്കുന്നതെന്നും ബാക്കിയുള്ളത് കണ്ടെത്തേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥരാണെന്നും അൻവർ പറഞ്ഞു. നിലവിൽ അന്വേഷണ സംഘത്തെ മാറ്റണമെന്ന് ഇപ്പോൾ ആവശ്യപ്പെടില്ലെന്ന നിലപാടെടുത്ത അൻവർ വിധേയരായി അന്വേഷണം നടത്തിയാൽ അന്വേഷണ ഉദ്യോഗസ്ഥർ മറുപടി പറയേണ്ടി വരുമെന്നും അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. PV അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി KT ജലീൽ രംഗത്തെത്തി. സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് കൈക്കൂലി കീശയിലാക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ കരുതിയിരിക്കണം. നിങ്ങളെ തേടി പൊതുപ്രവർത്തകരുടെ ഒളിക്യാമറകൾ വരുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാം സംഭവിക്കേണ്ട പോലെ തന്നെ സംഭവിക്കും. ആർക്കും പരിരക്ഷ കിട്ടില്ല. ചാവേറുകളാകാൻ തീരുമാനിച്ചവരെ ഒരു ശക്തിക്കും അടക്കി നിർത്താനാകില്ല. വഞ്ചകരും അഴിമതിക്കാരുമായ IPS ഏമാന്മാർ കുടുങ്ങുമെന്നും എല്ലാം കള്ളനാണയങ്ങളെയും തുറന്നു കാണിക്കുമെന്നും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ ജലീൽ വ്യക്തമാക്കി. ചുമരുകൾക്ക് ജീവനുള്ള കാലമാണിത്. ദൈവത്തിന്റെ കണ്ണുകൾ എല്ലായിടത്തും മിഴി തുറന്നിരിപ്പുണ്ട്. സ്വർണ്ണക്കടത്തിൽ പങ്കാളിയായവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ അടിയോടെ മാന്തി പുറത്തിടും. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ കടത്തിക്കൊണ്ടുപോയ വസ്തുക്കൾ ഏത് കടലിൽ മുക്കി താഴ്ത്തിയാലും കണ്ടെത്തും. സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് കൈക്കൂലി കീശയിലാക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ കരുതിയിരിക്കുക. നിങ്ങളെ തേടി വരുന്നുണ്ട് പൊതുപ്രവർത്തകരുടെ ഒളിക്യാമറകൾ. എല്ലാം സംഭവിക്കേണ്ട പോലെ തന്നെ സംഭവിക്കും. ആർക്കും പരിരക്ഷ കിട്ടില്ല. ചാവേറുകളാകാൻ തീരുമാനിച്ചവരെ ഒരു ശക്തിക്കും അടക്കി നിർത്താനാകില്ല. ചരിത്രത്തിൽ ആദ്യമായി 125-ലധികം പോലീസ് ഓഫീസർമാരെ അവരുടെ കയ്യിലിരിപ്പിന്റെ ഗുണം കൊണ്ട് സർവീസിൽ നിന്ന് എന്നേക്കുമായി പിരിച്ചുവിട്ട മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. കുറ്റവാളികൾ ആ ധീരസഖാവിൽ നിന്ന് ഒരു തരിമ്പ് പോലും അനുകമ്പ പ്രതീക്ഷിക്കേണ്ട. ചുണ്ടിനും കപ്പിനും ഇടയിലെ ഏതാനും സമയത്തേക്ക് സാങ്കല്പിക കഥകൾ മെനയുന്നവർ നിരാശപ്പെടും. PV അൻവർ MLA പറഞ്ഞതിൽ അസത്യമുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പരാതി നൽകട്ടെ. അതല്ലെങ്കിൽ കോടതിയെ സമീപിക്കട്ടെ. അപ്പോൾ കാണാം സംഘികൾ കലക്കിയാൽ കലങ്ങാത്ത തൃശൂർ പൂരം എന്നാണ് ജലീലിന്റെ പോസ്റ്റ്. ജലീലും കൂടി അൻവറിനൊപ്പം ചേർന്നതോടെ CPM-ൽ ശുദ്ധി കലശം ഉറപ്പായി കഴിഞ്ഞു. എന്നാൽ അൻവർ വിഷയത്തിൽ ബിനോയ് വിശ്വം പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല. ഒരിക്കലും അൻവറിനെ പിന്തുണയ്ക്കാൻ ബിനോയ്ക്ക് തയ്യാറാകില്ല. എന്നാൽ കളങ്കിതർക്കൊപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിലകൊള്ളുന്നതിനോട് CPIക്ക് താല്പര്യമില്ല. ആരോപണ വിധേയരായ പത്തനംതിട്ട SP സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തിട്ടും അജിത് കുമാറിനെ തൊടാത്തത് അൻവറിനെ പ്രകോപിപ്പിക്കുമെന്ന് ഉറപ്പാണ്. ജലീൽ അൻവർ കൂട്ടുകെട്ട് നാളെ മന്ത്രി റിയാസിനെ പാറയാകുമെന്ന് CPI നേതാക്കൾക്കെന്ന പോലെ CPIക്കും അറിയാം. എന്നാൽ EP-ക്ക് പിന്നാലെ അജിത്തിനെയും ശശിയെയും കൂടി പുറത്താക്കുന്നതിൽ മുഖ്യമന്ത്രി ആശങ്കാകുലനാണ്. തന്റെ സമ്മർദ്ദങ്ങൾ ഫലിക്കില്ലെന്ന് മുഖ്യമന്ത്രിക്ക് നന്നായി അറിയാം. ഇരുവരെയും മാറ്റിയാൽ അടുത്ത ഊഴം തനിക്കാണെന്ന് പിണറായിക്ക് അറിയാം.